ഇന്ന് തിരുസഭയിൽ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആശംസിക്കുന്നു. സ്വർഗം ഇന്ന് നമുക്ക് നൽകുന്ന വചനം ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 20-ാം തിരുവചനം. പിശാചുക്കൾ നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നതിൽ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുക. ഈ വചനം എന്താണ് നമ്മോട് പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതും പ്രധാനമല്ലാത്തതുമായ കാര്യങ്ങൾ. ഇന്ന് നമ്മിൽ അനേകർ അപ്രധാനമായ കാര്യങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകുന്നു. വളരെ പ്രാധാന്യതയുള്ള കാര്യങ്ങൾക്ക് തീരെ ശ്രദ്ധയും നൽകുന്നില്ല. കർത്താവ് എന്തിന് പ്രയോറിറ്റി കൊടുക്കുന്നുവോ അതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുൻഗണന. പ്രാർത്ഥനാ ജീവിതം, വിശുദ്ധിയോടെയുള്ള ജീവിതം, പരസ്പരമുള്ള സ്നേഹം, വിശ്വാസത്തിലുള്ള ജ്വലനം, വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ തൊഴിൽ മേഖലകളിലുമുള്ള വിശ്വസ്തത, കർത്താവിൻ്റെ അടിസ്ഥാന പ്രബോധനങ്ങൾക്ക് നമ്മൾ പ്രാധാന്യത നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പ്രിയ സഹോദര സഹോദരി, സ്വർഗത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരിക്കുന്നു. സ്വർഗം ഒരു കെട്ടുകഥയല്ല, സ്വർഗം ഒരു നിത്യ യാഥാർത്ഥ്യമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗോന്മുഖമായി ജീവിച്ച് കർത്താവിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ഒരു ആത്മനിറവാണ് നമ്മളെല്ലാം സ്വന്തമാക്കേണ്ടത്. ലൂർദ് മാതാവിൻ്റെ ഈ തിരുനാൾ ദിവസം പരിശുദ്ധമ്മയുടെ പ്രത്യേക മധ്യസ്ഥതയിൽ ഒരു കുടുംബമായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പൊന്നു കർത്താവേ, ഈ വചനത്തിലൂടെ അങ്ങ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. വിവിധങ്ങളായ നിയോഗങ്ങളും ആവശ്യങ്ങളെല്ലാം ഞങ്ങൾക്കുണ്ട്. കർത്താവേ, അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം ഈ ആവശ്യങ്ങളിൽ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ, പൈശാചികാധിപത്യങ്ങൾ, നാരകീയ സ്വാധീനങ്ങൾ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതും പ്രാധാന്യമില്ലാത്തതുമായ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ, വിവേചനം നൽകണമേ. യേശുവേ നന്ദി, പിതാവേ നന്ദി. ഈ വചനത്തിൻ്റെ അത്ഭുത കൃപയാൽ നമ്മെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.